UDF സർക്കാരിനെതിരെ AK ആന്റണിയുടെ വിമർശനം. കഴിഞ്ഞ 1.5 വർഷമായി കേന്ദ്ര സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള ധൈര്യം തനിക്കില്ലെന്ന് ആന്റണി പറഞ്ഞു. LDF ഭരണകാലത്ത് VS-ഉം എളമരം കരീമും ഒക്കെ അകമഴിഞ്ഞ സഹായം നൽകി. പക്ഷേ ഇപ്പോഴത്തെ അന്തരീക്ഷം ശരിയല്ല. നിങ്ങളൊന്നും സഹായിക്കുന്നില്ലെങ്കിൽ ആരെ വിശ്വസിച്ച് പുതിയ സ്ഥാപനം കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യത്തിൽ ആന്റണി ചോദിച്ചു. ഇടതുപക്ഷക്കാർ ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്തെ ഇരുണ്ട കാലമെന്ന് ഈ അടുത്ത കാലത്ത് വിശേഷിപ്പിച്ചുകൊണ്ട് പത്രപരസ്യമൊക്കെ നൽകിയത് വലിയ വിവാദമായി. അത് കോടതി വരെ കയറി. കോടതിയിൽ നിന്ന് വലിയൊരു ആട്ടും കൊണ്ട് പ്രതിപക്ഷം തിരിച്ചു പോരേണ്ടി വന്നു എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. ആ ഇരുണ്ട കാലത്തെ പറ്റിയാണ് ഇപ്പോൾ ഈ വിനു വി ജോൺ എന്ന് പറയുന്നത് പറ്റുകയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയും ഈ ഇടതുപക്ഷ സർക്കാരിനെയും താറടിച്ച് കാണിക്കാൻ എല്ലാ അടവും വഹിക്കുന്ന വിനു വി ജോണ് റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആര് സാക്ഷാൽ AK ആന്റണി ഉമ്മൻചാണ്ടിയുടെ VD സതീശൻ്റെ ഇവരുടെയൊക്കെ രാഷ്ട്രീയ ഗുരുവായ AK ആന്റണി പറയുകയാണ്, ഈ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ഇവിടെ ഒരു ചുക്കും നടക്കില്ല. അന്ന് PS അച്യുതാനന്ദൻ്റെ കാലത്ത് ഇവിടെ എല്ലാം നടന്നിരുന്നു ഭംഗിയായിട്ട്. എളമരം കരീം വ്യവസായ മന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ ഭംഗിയായിട്ട് കാര്യങ്ങൾ നടന്നിരുന്നു. ഈ ഉമ്മൻചാണ്ടി വന്നേ പിന്നെ ഒന്നും നടന്നിട്ടില്ല എന്ന് AK ആന്റണി എന്നെ സർട്ടിഫൈ ചെയ്യുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനി നമ്മൾ ആരോട് എന്ത് പറയാനാണ്? അവർ തന്നെ അവരുടെ കാലം ഇരുണ്ട കാലമാണെന്ന് സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ അടുത്ത കാലത്ത് ഹൈക്കോടതിയിൽ പോയിട്ട് ഈ മെസ്സേജൊക്കെ അയക്കുന്നുണ്ടല്ലോ, അത് പിന്നെ തടസ്സപ്പെടുത്തണമെന്നും ഇനി ഗവൺമെൻറ്റിനോട് മെസ്സേജ് അയക്കരുതെന്നും കോടതി ആവശ്യപ്പെടണമെന്നും പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? ഇതൊരു നല്ല ഉത്തരവാദിത്വമുള്ള ആധുനിക രീതിയിൽ ജനങ്ങളോട് പ്രതികരിക്കുന്ന നല്ലൊരു സൽഭരണത്തിൻ്റെ ലക്ഷണമാണെന്നുള്ളൊരു സർട്ടിഫിക്കറ്റും കൂടെ ഹൈക്കോടതി ഈ LDF സർക്കാരിന് കൊടുത്തു, പിണറായി സർക്കാരിന് കൊടുത്തു. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റും കൂടെ വാങ്ങിക്കൊടുക്കാൻ UDFന് സാധിച്ചു എന്നുള്ളതാണ് അതിദയനീയമായ ഇവരുടെ അവസ്ഥ. ഇവരിപ്പം ചെന്ന് നിൽക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ പഴയതൊന്ന് ഓർത്തെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഇപ്പോൾ ഈ പിണറായിയെ പുറത്താക്കിയാൽ സതീശനെയാണല്ലോ ഇപ്പോൾ നമ്മൾ അവരോധിക്കുക. അല്ലെങ്കിൽ UDF ഗവൺമെൻറ്റിൽ ആരെങ്കിലും ആവട്ടെ, രമേശ് ചെന്നിത്തലയോ വേണുഗോപാലോ ആരോ വരട്ടെ, അപ്പോൾ വരാൻ സാധ്യതയുള്ളത് നമുക്കറിയാലോ. ഈ സാധനം ഒരല്പം രുചിച്ച് നോക്കിയാൽ മൊത്തം കാര്യത്തിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുമല്ലോ. ഇവരുടെ ഒരു അനുഭവം നമ്മുടെ മുന്നിലുണ്ടല്ലോ. അത് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിരോധമില്ലല്ലോ. നമുക്ക് പിണറായിയോടോ ഗോവിന്ദ മാഷോടോ ഒന്നും ചോദിക്കേണ്ട. അവരുടെ ആൾക്കാരോട് തന്നെ അവരുടെ കാലം എങ്ങനെ ഉണ്ടായിരുന്നു, ഇരുണ്ട കാലമായിരുന്നോ നല്ല തെളിച്ചമുണ്ടായിരുന്ന കാലമാണോ എന്നുകൂടി ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം. VD സതീശൻ ഏറ്റവും വലിയൊരു അധികാരമോഹിയാണ്. നമുക്കറിയാം, ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന ആദ്യഘട്ടത്തിൽ മന്ത്രിയാകാൻ ശ്രമിക്കുകയും അത് നടക്കാതെ വന്നപ്പോൾ ഹരിത MLA-മാരുടെ ഗ്രൂപ്പ് ഉണ്ടാക്കി ഗവൺമെന്റിനെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിച്ച് മുന്നോട്ട് പോയ ആളാണ് ശ്രീ സതീശൻ. പിന്നെ അധികാരമോഹിയാണെന്ന് പറഞ്ഞാൽ എനിക്ക് അധികാരത്തോട് മോഹമുള്ള ആളാണ്. കാരണം ഇവരെയൊന്നും പോലെ സന്യാസിയല്ല. ഇത്തരം അധികാരത്തോട് വിരക്തിയുള്ള ഈ സന്യാസിമാരുടെ ഇടയിൽ ഒരു അധികാരത്തോട് മോഹമുള്ള ഒരാൾ വേണ്ടേ? ശ്രീ AK ആന്റണി എന്താ പറഞ്ഞത്? കേരളം മുഴുവൻ അഴിമതിയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറഞ്ഞതിനേക്കാൾ വിശാലമായ മാനത്തോടു കൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. AK ആന്റണിയുടെ പ്രസ്താവനയാണ് ഇവരെ ചൊടിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഈ സർക്കാർ അഴിമതിയുടെ നിഴലിലാണ് നിൽക്കുന്നത്, ഇതിൽ നിന്ന് പുറത്തു വരണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അപ്പോൾ കേട്ടല്ലോ, VD സതീശൻ്റെ വാക്കുകൾ തന്നെയാണ്. ആ നാവ് കൊണ്ട് തന്നെയാണ് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടം ഇരുണ്ട കാലമായിരുന്നു, അഴിമതി നിറഞ്ഞതായിരുന്നു എന്ന് ഈ VD സതീശൻ തന്നെ സർട്ടിഫൈ ചെയ്യുകയാണ്. ഇപ്പോൾ പറയുന്നത് ആ സുവർണ്ണ കാലഘട്ടത്തിലേക്ക് 10 വർഷം മുമ്പുള്ള ഇപ്പോൾ ഈ പിണറായി ഭരിക്കുന്ന ദുർഭരണത്തിന് മുമ്പുള്ള ആ സുവർണ്ണ കാലഘട്ടമുണ്ടല്ലോ, ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകണമെന്ന് ഈ UDF നേതാക്കളും സതീശനോടൊപ്പം പറയുമ്പോൾ അന്ന് ഈ VD സതീശൻ തന്നെ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അതിന് ബാക്കി കൂടെ അദ്ദേഹം പറയട്ടെ. KC ജോസഫ് പറഞ്ഞു UDFന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണ്, ഇതുപോലെ അനുകൂലമായൊരു അന്തരീക്ഷം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം ഏത് ഗ്രഹത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. ഭൂമിയിലല്ലെന്ന് എനിക്ക് ഉറപ്പായിട്ട് മനസ്സിലായി. കാരണം ഭൂമിയിലാണെങ്കിൽ UDFന് ഏറ്റവും അനുകൂലമായ അന്തരീക്ഷമാണെന്ന് പറയില്ല. ഞാൻ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല, അത്ര ദീർഘകാലത്തെ പാരമ്പര്യമില്ല. ഇവരെ പോലെ സ്വാതന്ത്ര്യ സമര സേനാനിയും ഒന്നുമല്ല. അപ്പോൾ നമ്മുടെ സതീശൻ നേതാവിന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ഉമ്മൻചാണ്ടി സർക്കാർ അഴിമതി നിറഞ്ഞതായിരുന്നു, അതൊരു ഇരുണ്ട കാലമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സതീശൻ സാറിന് ഒരു സംശയമില്ല എന്നാണ് ഈ കേട്ടതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി പിണറായി വിജയൻ്റെ ദുർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിൻ്റെ കൂടെ സതീശൻ്റെ കൂടെ നടക്കുന്നൊരു കക്ഷിയുണ്ട്. ആ കക്ഷിയുടെ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ളത് നമുക്ക് കേട്ടാൽ പിന്നെ കാര്യം വെടുപ്പായി. അതും കൂടെ ഒന്ന് കേട്ടു നോക്കിക്കോളൂ. ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയും, ഒരു സംശയക്കാര്യത്തിലില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോ, ഭരിക്കുന്നത് MLA-മാരുടെയും മന്ത്രിമാരുടെയും എണ്ണം കൂട്ടാൻ മാത്രമായിരിക്കില്ല. നഷ്ടപ്പെട്ടു പോയ 9.5 കൊല്ലത്തിന്റെ ആനുകൂല്യങ്ങൾ തിരിച്ചു പിടിച്ച് ആ സമുദായത്തിന് വകവെച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. മൂന്നാമതും കൂടി പിണറായി വിജയൻ ഭരണത്തിൽ കേരളത്തിൽ വരിക പറഞ്ഞാൽ എന്താ വെച്ചാൽ പിണറായി 3.0 വരിക എന്നുള്ളതിനെ പറ്റി
ആലോചിക്കാനേ പറ്റുന്നില്ല. ഒരു ദുസ്വപ്നം പോലെ കാണുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൂടെ കേൾക്കാം. അത് കഴിഞ്ഞ് നമുക്ക് സുധാകരൻ കണ്ണൂരിൽ എന്തായും മത്സരിക്കും. അത് കോൺഗ്രസ് കാൻഡിഡേറ്റ് ആയാലും വേണ്ടില്ല, സ്വതന്ത്രനായാലും വേണ്ടില്ല, എന്തായാലും മത്സരിച്ച് അടങ്ങൂ എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. അതും കൂടെ നമുക്ക് കാണേണ്ടി വരും. അത്തരം തമാശകളിലൂടെ കാണാനും കേൾക്കാനുമായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ താങ്ക് യു. ഒരു മൂന്നാം തവണ കൂടി പിണറായി എന്നുള്ള കാര്യം ആലോചിക്കാൻ പോലും പറ്റുന്നില്ല.